വീനസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പരിത്യാഗത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും വഴികളിലൂടെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, സഹോദരങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ, സാഹോദര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തിരുസഭ നമ്മെ പ്രത്യേകം ക്ഷണിക്കുന്ന കാലമാണിത്. ഉപവാസവും പ്രാർത്ഥനയും വഴി തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാനും ദാനധർമ്മവും പങ്കുവെക്കലും വഴി വിശുദ്ധിയിൽ വളർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനും ഈ കാലഘട്ടം പ്രത്യേകമായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നോമ്പുകാലം ഉപവാസത്തിൻ്റെയും കാലമാണല്ലോ. ഉപവാസം എന്നാൽ സഹവാസം, ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കേണ്ട കാലം, കൂടുതൽ ദൈവവിചാരത്തിൽ ജീവിക്കേണ്ട കാലം എന്നൊക്കെയാണല്ലോ അർത്ഥമാക്കുക. അതിനാൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന എമ്മാനുവേലായ ദൈവത്തോട് നമുക്ക് കൂടുതൽ ചേർന്നിരിക്കാം. കൂടെയുള്ള അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. തിരക്കുകൾക്കിടയിലും അല്പസമയം ശാന്തമായിരുന്ന് അവിടുത്തെ കരുതലുള്ള സ്നേഹം നമുക്ക് അനുഭവിക്കാം. ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാനാകും. ഈ കൂടിക്കാഴ്ചയിലാണ് യഥാർത്ഥമായ പ്രാർത്ഥന രൂപപ്പെടുന്നത്. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനും അവിടുത്തോട് പ്രാർത്ഥിക്കുന്നതിനും കൂടെ ആയിരിക്കുന്നതിനും അവിടുത്തോട് സംഭാഷണം നടത്തുന്നതിനും നമുക്ക് സമയം കണ്ടെത്താം. ദൈവിക ചിന്തകൾ കൊണ്ട് നമ്മുടെ ആത്മാവും മനസ്സും ഹൃദയവും നിറഞ്ഞിരിക്കട്ടെ. 1-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കും പോലെ ജ്ഞാനികളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധരുടെ വഴിയിൽ ചരിച്ച് എളിയവരെ മനസ്സിലാക്കാനും ഒരു കൈത്താങ്ങ് നൽകാനും നമുക്ക് സാധിക്കട്ടെ. നമ്മൾ കർത്താവിൽ ആനന്ദിക്കുന്നവരും രാവും പകലും അവിടുത്തെക്കുറിച്ച് ധ്യാനിച്ച് അവൻ്റെ കൂടെ ചരിക്കുന്നവരുമാകും. അപ്പോൾ നീർച്ചാലിനരികെ നട്ടതും പച്ചപിടിച്ച് നിൽക്കുന്നതും ഇല കൊഴിയാത്തതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷങ്ങളായി തീരാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.